കൂടി ഒരു നിമിഷം ഷംഷാദ് മരക്കാറിലേക്ക് ഒരിക്കൽ കൂടി ശ്രീ ഷംഷാദ് മരക്കാർ, ഇവിടെ സ്ഥായിയായ പുനരധിവാസത്തിന്റെ കാര്യത്തിൽ കാര്യമായ പരാതികളൊന്നും അവിടുത്തെ ദുരിതബാധിതർക്കില്ല. ഇപ്പോൾ ചികിത്സയുടെ കാര്യങ്ങളും മറ്റ് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലുള്ള വിഷയങ്ങളും ഒക്കെ ഈ അഡ്വക്കേറ്റ് കെ റഫീഖ് സൂചിപ്പിച്ചു. ഈ സ്ഥായിയായ പുനരധിവാസത്തിന്റെ കാര്യത്തിലുള്ള ചോദ്യം 2-3 ദിവസങ്ങൾക്കകം ഈ മോഡൽ വീട് പൂർത്തിയാകുമെന്ന് ശ്രീ റഫീഖ് പറയുന്നുണ്ട്. അപ്പൊ ഈ വർഷം തന്നെ, ഇനിയിപ്പോൾ 4-5 മാസം ഈ വർഷം പൂർത്തിയാകാനുള്ളൂ. കാലാവസ്ഥയുടെ ഒരു പ്രതിസന്ധി പറയുന്നുണ്ട്. ആ കാലാവസ്ഥ 2-3 മാസം ഇതിങ്ങനെ നീണ്ടു നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ പരിധിക്കുള്ളിൽ എന്ന് വെച്ചാൽ ഈ വർഷം പൂർത്തിയാകുന്നതിന് മുമ്പേ തന്നെ ഈ ടൗൺഷിപ്പിന്റെ നിർമ്മാണം പൂർത്തിയാക്കി ഈ ദുരിതബാധിതർക്ക് കൈമാറാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷൻ എന്ന രീതി താങ്കൾക്കുണ്ടോ? ഈ വർഷം ടൗൺഷിപ്പ് മുഴുവൻ പൂർത്തിയാക്കി കൈമാറാൻ കഴിയുമെന്ന് ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് മാത്രമല്ല അതിൻ്റെ വർക്കെടുത്ത ആളുകൾക്കും ആ പ്രതീക്ഷ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഇനി ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ ഇത്രയും മാസം കൊണ്ടൊന്നും ഇത് പൂർത്തിയാക്കാൻ നമുക്ക് കഴിയില്ല. കാരണം അവിടെ ഇപ്പോൾ നമ്മൾ ഒരു മാതൃകാ വീടിൻ്റെ പ്രവൃത്തി 2-3 ദിവസം കൊണ്ട് പൂർത്തിയാകുമെന്നുള്ളത് തന്നെയാണ് റഫീഖ് പറഞ്ഞതുപോലെ തന്നെ പെയിന്റിങ്ങും ടൈൽ വർക്കുമാണുള്ളത്. അതിനുശേഷം 50 വീടുകളുടെ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അദ്ദേഹം നേരത്തെ പറയുകയുണ്ടായി, ഈ മാതൃകാ വീടുകൾ സന്ദർശിച്ച് അത് ദുരന്തബാധിതരായ ആളുകൾക്ക് അതിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മാറ്റങ്ങൾ വരുത്താനാണ് മറ്റ് വീടിൻ്റെ പ്രവർത്തനം അത്ര വളരെ പെട്ടെന്ന് നടത്താത്തത്. അതെനിക്കൊരു പുതിയ അറിവാണ്. എനിക്കതിനെക്കുറിച്ച് ധാരണയില്ല. അദ്ദേഹത്തിനുണ്ടാവുമായിരിക്കാം. കാരണം ഒരു മീറ്റിങ്ങിലും അങ്ങനെ ഒരു ആശയം വന്നില്ല. കാരണം അങ്ങനെ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളതിൻ്റെ തറപ്പണി ആദ്യം തുടങ്ങേണ്ട കാര്യമില്ലല്ലോ. കാരണം എല്ലാം കഴിഞ്ഞിട്ട് തറപ്പണി കൂടെ തുടങ്ങിയാൽ മതി. അത് എനിക്കൊരു സാങ്കേതികത്വമാണ്. അദ്ദേഹത്തിന് എവിടെ നിന്നാണ് വിവരം ലഭിച്ചതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വേഗതയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിന് കാലാവസ്ഥയുടെ കുഴപ്പങ്ങളുണ്ട്, ഭൂമി ഏറ്റെടുക്കലിൻ്റെ കുഴപ്പങ്ങളുണ്ട്. ഇതൊന്നും ഇല്ലയെന്ന് ആരും പറഞ്ഞില്ല. മഴ പെയ്യുന്നുണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. ഭൂമി ഏറ്റെടുക്കൽ എന്ന് പറയുന്നത് മറ്റേതൊരു വ്യക്തിയേക്കാളും നന്നായി അത് ചെയ്യാൻ കഴിയുന്നത് സർക്കാർ സിസ്റ്റത്തിനാണ്. മറ്റൊരു സ്വകാര്യ ഭൂമി വില കൊടുത്ത് വാങ്ങുകയാണെങ്കിൽ നെഗോസിയേഷൻ നടത്തണം, അതിൻ്റെ പണത്തിൻ്റെ ഇടപാടുകൾ നടത്തണം, അതിൻ്റെ പരിശോധനകൾ നടത്തണം. സർക്കാർ ഭൂമി ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ആ ഏറ്റെടുത്ത് 2-3 ഹിയറിംഗിൽ ഹൈക്കോടതിയിൽ നിന്നും അനുകൂലമായി വിധി കിട്ടി, പണം 2 ഘട്ടമായി നമ്മൾ കെട്ടിവെച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഭൂമി ഏറ്റെടുക്കലിൻ്റെ തർക്കം ഉണ്ടായിരുന്നു. 2 ഭൂമിയായിരുന്നു, നെടുമ്പാലയും എൽസ്റ്റൺ എസ്റ്റേറ്റ്. അതിലേത് വേണമെന്നുള്ളത് സർക്കാർ തലത്തിലുള്ള അഭിപ്രായ വ്യത്യാസമാണ്, അല്ലാതെ വേറെ ലീഗൽ ഇഷ്യൂസ് അല്ല. ലീഗൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇപ്പോഴും എൽസ്റ്റൺ എസ്റ്റേറ്റ് എങ്ങനെ ഏറ്റെടുക്കാൻ കഴിയുക? എൽസ്റ്റൺ എസ്റ്റേറ്റ് എടുത്ത് 3ാമത്തെ ഹിയറിംഗിൽ ഹൈക്കോടതി നമുക്ക് അനുകൂലമായി നിന്നില്ലേ? അപ്പോൾ അതല്ല. അപ്പോൾ പിന്നീട് ടൗൺഷിപ്പിന്റെ തറക്കല്ലിട്ടു. വേഗത പോരാ എന്നുള്ളത് തന്നെയാണ് ഒരു യാഥാർത്ഥ്യമാണ്. അത് വേഗത വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. പിന്നെ പുനരധിവാസം എന്ന് പറയുന്നത് കേവലം ഒരു വീടും സ്ഥലവും കൊടുക്കുക എന്ന് പറയുന്നത് മാത്രമല്ല. അപ്പോൾ അദ്ദേഹം നേരത്തെ ശ്രീ റഫീഖ് പറഞ്ഞതുപോലെ ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം എല്ലാവരുമാണ്, സർക്കാർ മാത്രമല്ല. സന്നദ്ധ പ്രവർത്തനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയമുള്ളവനും ഇല്ലാത്തവനും ജാതിയുള്ളവനും ഇല്ലാത്തവനും ഒരു മനുഷ്യരാണെന്ന് വിചാരിക്കുന്ന എല്ലാവരും ആ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി വന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ക്യാമ്പുകളിലെ സേവനങ്ങളും സൗകര്യങ്ങളും ഒരുക്കുന്നതിൽ സന്നദ്ധ സംഘടനകൾ വളരെ ആത്മാർത്ഥമായി സർക്കാരിനോടൊപ്പം ചേർന്ന് നിന്നിട്ടുണ്ട്. വാടകയ്ക്ക് ആളുകളെ തെരഞ്ഞെടുക്കാൻ വയനാട് ജില്ലയിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും എടുത്തൊരു വലിയ ഇനീഷ്യേറ്റീവ് ഉണ്ട്. അതൊന്നും എവിടെയും പരാമർശിക്കപ്പെടുന്നേ കാണുന്നില്ല. കാരണം ഓരോ ലോക്കൽ ബോഡിയുടെ കീഴിലുള്ള വാടക കെട്ടിടങ്ങൾ കണ്ടെത്തി അത് താൽക്കാലികമായി നന്നാക്കി ആളുകളെ സ്വീകരിക്കുന്നവർ, അത് സർക്കാർ വാടക കൊടുക്കുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. 9,000 രൂപ വെച്ച് ആദ്യം 1000 ചില്ലറ ആളുകൾക്ക് കൊടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ 600 ചില്ലറ പേർക്ക് കൊടുക്കുന്നു. 517 പേർ ഈ ലിസ്റ്റിൽ നിന്ന് പുറത്താണ്. അങ്ങനെയാണ് ഇപ്പോൾ 9,000 രൂപയുടെ ഘട്ടമുള്ളത്. പക്ഷെ അവിടെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട വിഷയങ്ങളിൽ ഇപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചു, SSLC പരീക്ഷയിൽ ജയിച്ചു, നല്ല കാര്യമാണ്, ഏറ്റവും അഭിമാനാർഹമായ കാര്യമാണ്, ഞാൻ തീർച്ചയായും പറയുന്നു. പക്ഷേ കുട്ടികളുടെ വിദ്യാഭ്യാസം സർക്കാർ ഏറ്റെടുക്കുമെന്നുള്ളൊരു വാഗ്ദാനം ഉണ്ടായിരുന്നു. ആ SSLC പരീക്ഷ കഴിഞ്ഞ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് സർക്കാർ എന്തെങ്കിലും ചെയ്തുവോ? +2 പരീക്ഷ പാസ്സായി ഡിഗ്രിക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് പോകാൻ തീരുമാനിച്ച കുട്ടികൾക്ക് സർക്കാർ എന്തെങ്കിലും ചെയ്തോ? ലാപ്ടോപ്പ് കൊടുക്കാൻ തീരുമാനിച്ചു 250 കുട്ടികൾക്ക്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അതിനപ്പുറം അവരുടെ പ്രാഥമികമായ ആവശ്യങ്ങൾക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ നമ്മൾ പരിശോധിക്കണ്ടേ? അതിനോടൊപ്പം അവിടെ കെട്ടിടങ്ങൾ, ആ കെട്ടിടങ്ങളിൽ ഇപ്പോൾ നേരത്തെ താങ്കളുടെ റിപ്പോർട്ടിൽ പറയുകയുണ്ടായി, കെട്ടിടങ്ങളുടെ കാര്യത്തിൽ നമുക്ക് 1 വർഷമായി തീരുമാനം എടുക്കാൻ പറ്റിയോ? ഒരു കെട്ടിടത്തിന് നഷ്ടപരിഹാരം കൊടുക്കാൻ പറ്റിയില്ല. അവിടെ കച്ചവടം നടത്തിയ ആളുകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ പറ്റിയില്ല. ആ കച്ചവട സ്ഥാപനത്തിലെ ജോലിക്കാരായി നിന്ന ആളുകൾക്ക് നമുക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ പറ്റിയില്ല. കൊടുക്കണ്ടേ? ഇത് രാഷ്ട്രീയമല്ലല്ലോ, നമ്മുടെ ആവശ്യമല്ലേ. കൃഷിഭൂമി നഷ്ടപ്പെട്ട ആളുകളില്ലേ? ആ കൃഷിഭൂമി നഷ്ടപ്പെട്ട ആളുകൾക്ക് നമ്മൾ നഷ്ടപരിഹാരം കൊടുക്കണ്ടേ? കൊടുത്തില്ലല്ലോ. കൊടുക്കണം. ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ലീഗൽ പ്രൊസീജിയർ ഒന്നും വലിയ പ്രയാസമില്ല. കാരണം 55
വ്യാപാര വ്യവസായി സംഘടനകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. അത് റെക്കോർഡഡ് ആണ്, അതിന്റെ ഉടമസ്ഥർ റെക്കോർഡഡ് ആണ്. ആ ആളുകൾക്ക് നഷ്ടപരിഹാരം സർക്കാർ പ്രഖ്യാപിച്ചാൽ ഈ 770 കോടിയിൽ 95 കോടി രൂപയെ ഇതുവരെ ചെലവാക്കിയിട്ടുള്ളൂ, ഭൂമി ഏറ്റെടുക്കലും മറ്റുമൊക്കെ. ബാക്കി 670 കോടി രൂപ നമ്മുടെ കയ്യിലുണ്ടല്ലോ. ഞാൻ ഈ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കയ്യിൽ എന്ന് പറയുന്നത് സർക്കാരിനെ തന്നെയാണ്. ആ സർക്കാർ നമ്മുടെ സംവിധാനത്തിന്റെ ഭാഗമായുള്ള പണത്തിൽ നിന്നും ഈ നഷ്ടപരിഹാരം കൊടുക്കുന്നതിൽ തടസ്സമുണ്ടോ? കേന്ദ്രം എന്തായാലും വായ്പ എഴുതിത്തള്ളാൻ ഒരു സാധ്യതയില്ല എന്നുള്ളത് അവരുടെ ചില നിലപാടുകളിൽ നിന്ന് മനസ്സിലായി. നമുക്ക് അവരോട് പ്രതിഷേധമുണ്ട്, എതിർപ്പുണ്ട്. അവർ രാഷ്ട്രീയപരമായി നമ്മൾ എതിർക്കും, തീർച്ചയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ദുരന്തബാധിതർ ഈ എതിർപ്പ് കൊണ്ട് സാറ്റിസ്ഫൈ ആവില്ലല്ലോ. അവർ സാറ്റിസ്ഫൈഡ് ആവണമെങ്കിൽ അവരുടെ ലോണ് നമ്മൾ എഴുതിത്തള്ളണ്ട്. നമ്മുടെ കേരള ബാങ്ക് കുറച്ച് സാമ്പത്തികം എഴുതി തള്ളിയിട്ടുണ്ട്, ലോണുകൾ. കുറച്ച് കുടുംബശ്രീ എഴുതി തള്ളിയിട്ടുണ്ട്. അതുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ലല്ലോ. 16 കോടി രൂപ അവിടുത്തെ ആളുകളുടെ സാമ്പത്തിക ബാധ്യത, അത് നമ്മൾ ചെയ്യണ്ടേ? ഇത്തരം കാര്യങ്ങൾ നമ്മൾ എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളത് ഒരു ചോദ്യമാണ്. പറയുന്നത് വ്യക്തമാണ്.